DCC പ്രസിഡന്റിനെതിരെ ആഞ്ഞടിച്ച് INTUC ജില്ലാ പ്രസിഡന്റ് INTUC ജനറൽ കൗൺസിൽ ഉദ്ഘാടനം ചെയ്യാൻ തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിലക്കി തിരിച്ചയച്ചെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച INTUC ജില്ലാ ജനറൽ കൗൺസിലിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് പേര് വന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനിതിന് കുറച്ചുകൂടി ഏറി പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും നാളെങ്കിലും ഒരു പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ചെറിയ പോസ്റ്റിംഗ് അവസരം തെറിക്കുമായിരിക്കും. ആ തുമ്മിയ തെറിക്കുന്ന മൂക്കെനിക്ക് പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് നിരന്തരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കണ്ടിട്ടെങ്കിലും ഇത് കേട്ടിട്ടെങ്കിലും ഇവർ നന്നാവാൻ ആഗ്രഹിക്കുമെങ്കിൽ അവരെ നന്നാവട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. തൃശൂർ ജില്ലാ DCC പ്രസിഡന്റിന്റെ പേര് വെക്കാത്തത് കൊണ്ടാണല്ലോ, അദ്ദേഹം പരാതി പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവ് തൃശൂരിന്റെ മണ്ണിൽ കാലുകുത്തി തിരിച്ചു പോകേണ്ടി വന്നത്. ഈ പാർട്ടിയുടെ ഒരു അനുഭവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. പാവപ്പെട്ട തൊഴിലാളികൾ, നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, പാർട്ടി നേതാവിനെ സ്വീകരിക്കാനും നമ്മുടെ പ്രയാസങ്ങൾ പറയാനും കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അത് മുടക്കാനിരിക്കുന്ന ആളുകൾ നാളെ ഈ പാർട്ടിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ നല്ലത്. ഒരു പരിപാടി വെച്ചാൽ മുടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഫോട്ടോ മാനിയുള്ള റീൽസ് മാത്രം കാണുന്ന ആളുകളാണോ നമ്മുടെ പ്രസ്ഥാനത്തിന് ആവശ്യം? ജില്ലാ കൗൺസിലിലേക്ക് DCC പ്രസിഡന്റിനെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനായി തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവിനെ വിലക്കി തിരിച്ചയക്കുകയായിരുന്നുവെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. ജില്ലയിൽ INTUC സംഘടിപ്പിച്ച ചില പരിപാടികളോട് DCC പ്രസിഡന്റ് നിഷേധാത്മകമായാണ് പെരുമാറിയത്. തൃശൂർ DCC പ്രസിഡന്റിനെ ഫോട്ടോ മാനിയ ആണെന്ന് പരിഹസിച്ചുകൊണ്ട് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെയെന്നും സുന്ദരൻ കുന്നത്തുള്ളി വികാരഭരിതനായി പറഞ്ഞു. തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സുന്ദരൻ കുന്നത്തുള്ളിയുടെ ഉറച്ച നിലപാടിനെ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ അഭിനന്ദിച്ചു. തൊഴിലാളി നേതാക്കൾ നിലപാടിൽ ഉറച്ച് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ധീരമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. പാർട്ടിയുടെ കരുത്ത് INTUC ആണെന്ന് നേതാക്കൾ വിസ്മരിക്കരുത്. എല്ലാം മുടക്കുന്നവരായി നേതാക്കൾ മാറരുത്. വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയണമെന്നും R ചന്ദ്രശേഖരൻ ഓർമ്മിപ്പിച്ചു. ആ നിലപാട് തലയുയർത്തിപ്പിടിച്ച് നിന്ന് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ സുന്ദരനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കേരളത്തിന്റെ ഊർജ്ജസ്വലനായ പ്രതിപക്ഷ നേതാവിനോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിയതാണ്. DCC പ്രസിഡന്റ് ടാജറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഭവം പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. DCC ജനറൽ സെക്രട്ടറിയാണ് സുന്ദരനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. DCC ജനറൽ സെക്രട്ടറി ഭാഗത്തൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഇപ്പൊ സുന്ദരനോട് പറഞ്ഞപ്പോൾ പോരായ്മയൊന്നുമില്ല. മുഖ്യാതിഥിയായി വെക്കുന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയിൽ. അപ്പൊ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിന് അവസരം കിട്ടിയാൽ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളെയും, കോൺഗ്രസിന്റെ മുഴുവൻ ആളുകളെയും, തൃശ്ശൂരിൽ ഒരു 10 തൊഴിലാളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ 10 തൊഴിലാളികളുടെ അടുത്തേക്ക് ചെന്ന് ഈ പാർട്ടിക്ക് 15 വർഷം കേന്ദ്രത്തിലും 10 വർഷം കേരളത്തിലും അധികാരമില്ലാതെ പോയി ഈ പാർട്ടിക്ക് വേണ്ടി ആ 10 പേരുടെ അടുത്തേക്ക് വിളിക്കാതെ ചെന്ന് ആ തൊഴിലാളികളെയും കുടുംബങ്ങളെയും ഈ പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്താൻ ചുമതലപ്പെട്ടവരാകണം പാർട്ടിയുടെ നേതാക്കന്മാർ. ദീർഘകാലം INTUCയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന M മാധവനെ ജില്ലാ കൗൺസിലിൽ അനുസ്മരിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ.